നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥയിലേക്ക് കടക്കാം. എന്റെ പേര് പ്രമോദ്. 24 വയസ്സുണ്ട് എനിക്ക്. പ്ലംബറാണ്. ഞാൻ മറ്റത്തെ വീട്ടിലെ തമ്പിയുടെയും സുധർമ്മയുടെയും ഏക മകൻ. അമ്മയുടെ വിവാഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞതാണ്. അമ്മയുടെ അച്ഛന് തീരെ സുഖമില്ലാതെ വന്നപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മകളുടെ വിവാഹം കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന കാരണം കൊണ്ട് 18 വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ കാണാൻ വലിയ തിരക്കേടില്ലാത്ത പഞ്ചായത്തിൽ ജോലിയുള്ള അച്ഛന്റെ ആലോചന വന്നപ്പോൾ അമ്മയുടെ വീട്ടുകാർ അതങ്ങ് ഉറപ്പിച്ചു. കല്യാണവും പെട്ടെന്ന് തന്നെ അങ്ങ് നടത്തി. അമ്മയുടെ ഇളയ ഒരു സഹോദരനുണ്ട്, സുഗുണൻ. അമ്മാവൻ ഗൾഫിലാണ്. വിവാഹിതനാണ് അമ്മാവൻ. അമ്മാവി പ്രമീള. ഒരു 10-25 വയസ്സ് പ്രായം വരും. അമ്മാവിയും അമ്മുമ്മയുമാണ് ഇപ്പോൾ കുടുംബത്തിലുള്ളത്. പിന്നെ 5 വയസ്സുള്ള അമ്മാവന്റെ മോളും. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ പ്രസവിച്ചു. പിന്നീട് കുട്ടികളൊന്നും ആയില്ല. അച്ഛൻ കൊട്ടേഷൻ കൊടുത്തില്ലെന്ന് തോന്നുന്നു. അമ്മയ്ക്കിപ്പോൾ ഒരു 44-45 വയസ്സ് പ്രായം കാണും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത്രയൊന്നും പറയില്ല. എന്റെ മൂത്ത പെങ്ങളാണോ എന്നാണ് നാട്ടിലെല്ലാവരും ചോദിക്കുക. വീട്ടിൽ അമ്മ നൈറ്റിയാണ് ധരിക്കുന്നതെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ഫാഷൻ അനുസരിച്ചാണ് വേഷവിധാനം. അമ്മയും അച്ഛനും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പ്രായത്തിന് നല്ല അന്തരമുണ്ടെങ്കിലും അവർ തമ്മിൽ വലിയ സ്നേഹമൊക്കെയാണ്. ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോയതിനു ശേഷം അമ്മ ഒരുങ്ങുന്നത് കണ്ടു. എവിടെ പോകുന്നമ്മേ? ഞാൻ ടൗണിൽ വരെ ഒന്ന് പോകുന്നടാ മോനെ. നീ കുടുംബത്ത് പോയി ആഹാരം കഴിക്കണേ. ഞാൻ വരാൻ ചിലപ്പോൾ വൈകും. അങ്ങനെ ഞാൻ ബൈക്കും എടുത്ത് കുടുംബ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ അമ്മുമ്മയും മാമിയും കൂടി കൊച്ചു വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. വാടാ മോനെ, കയറി വാ, അമ്മുമ്മ വിളിച്ചു. ഞാൻ കയറി സിറ്റ് ഔട്ടിലേക്ക് ഇരുന്നു. പ്രമോദേ, നീ ചായ കുടിച്ചോടാ? മാമി ചോദിച്ചു. ആ കുടിച്ചു മാമി, ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അമ്മ എന്തിയടാ? അമ്മുമ്മയുടെ ചോദ്യം. ആ, അമ്മ ടൗണിൽ പോണെന്നും പറഞ്ഞ് ആക്റ്റീവായി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. ഞാൻ എഴുന്നേറ്റ് ഹാളിൽ ചെന്ന് TV ഓൺ ചെയ്ത് കണ്ടുകൊണ്ട് സോഫയിൽ ചാരി കിടന്നു. മാമി അടുക്കളയിലേക്കും പോയി. പോകുന്നതിനിടയിൽ മാമി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാനും ചിരിച്ചു. ആ ചിരിക്ക് എന്തെങ്കിലും ദുസൂചനയുണ്ടോ? ഞാൻ ആലോചിച്ചു. ഓ, എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, മാമൻ ഗൾഫിൽ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. അതിന്റെ സ്വല്പം ഇളക്കം കാണാതിരിക്കില്ല, ഞാൻ ഓർത്തു. ഞാൻ വീണ്ടും TV-യിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. എന്തായി മാമി പണികളൊക്കെ? ഞാൻ ചോദിച്ചു. എന്റെ സഹായം വല്ലതും വേണോ? പച്ചക്കറി എരിഞ്ഞുകൊണ്ട് നിന്ന മാമി എന്നെ തിരിഞ്ഞു നോക്കിയൊന്ന് ചിരിച്ചു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളടാ. നാത്തൂൻ ഇങ്ങോട്ട് വരുമോടാ? അറിയത്തില്ല മാമി, ശകലം താമസിക്കുമെന്ന് പറഞ്ഞു. ആ, പിന്നെ നമ്മുടെ തൊടിയിലെ നാസർക്കാടെ ഭാര്യ സെലീന മാമിയുടെ നമ്പർ ചോദിച്ചിരുന്നു. ഞാൻ കൊടുത്തു. എന്താ കാര്യം, വിളിച്ചോ? ആ, അവൾ വിളിച്ചിരുന്നടാ. സ്കൂളിൽ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാർഷികം. പുതിയ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. മാമി പോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാമല്ലോടാ. നീ വരുന്നോ? വരുന്നെങ്കിൽ വാ, നമുക്ക് 2 പേർക്കും കൂടി പോകാം. എന്റെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു. എങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. മാമിയുടെ കൂടെ പോയാൽ മാമിയായിട്ടും അടുത്ത് ഇടപഴകാം, മാമിയുടെ കൂട്ടുകാരികളെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യാം. എല്ലാം നല്ല പീസുകളായിരിക്കും. പറ്റുമെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിന്റെയെങ്കിലും ഫോൺ നമ്പർ സംഘടിപ്പിക്കണം, ഞാൻ മനസ്സിൽ ഓർത്തു. എന്നാ മാമി പോകേണ്ടത്? മാമിയുടെ ആഗ്രഹമല്ലേ, വേണമെങ്കിൽ ഞാനും കൂടി വന്നേക്കാം. ഓ, മാമിയുടെ ആഗ്രഹമോ? നിന്റെ വേല മാമിയുടെ കൂട്ടുകാരികളെയൊക്കെ ഓസിന് കാണാമല്ലോ, അതല്ലേടാ നിന്റെ വേല, അല്ലയോ? നിന്റെ മനസ്സിലിരിപ്പ്? മാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അല്പമൊന്ന് ചൂളി. ഞാനൊന്നും മിണ്ടിയില്ല. ഞാനൊരു ചിരി ചിരിച്ചുകൊണ്ട് മാമിയെ കണ്ണടച്ച് കാണിച്ചു. അപ്പോഴാണ് അമ്മുമ്മ അങ്ങോട്ട് കയറി വന്നത്. എവിടെ പോന്ന കാര്യമാടി പറയുന്നത്? അമ്മുമ്മ ചോദിച്ചു. അല്ലമ്മേ, സ്കൂളിൽ നേരത്തെ പഠിച്ചിരുന്നവരെല്ലാരും കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നു, അതിന് പോകുന്ന കാര്യമാ. ആ, എന്നാ പിന്നെ പ്രമോദനെ കൂടി കൊണ്ടുപോ. അവന്റെ ബൈക്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കൂടി പോകാമല്ലോ. അമ്മുമ്മ അത് പറഞ്ഞപ്പോൾ വീണ്ടും എന്റെ മനസ്സിൽ ഒരു കുളിർകാറ്റ് വീശി. അമ്മുമ്മ അത് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. എടാ, മറ്റന്നാൾ ഞായറാഴ്ചയാണ്, നിനക്കന്ന് പ്രോഗ്രാം വല്ലതും ഉണ്ടോ? ഓ, ഇല്ല മാമി. എപ്പോഴാ പോകേണ്ടത്? എടാ, രാവിലെ ഒരു 9 മണിയാകുമ്പോൾ തുടങ്ങും. നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കങ്ങ് എല്ലാം. ശരി മാമി, ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ഹാളിൽ വന്നിരുന്ന് TV കാണാൻ തുടങ്ങി.
ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ അടിപൊളിയായി ഒരുങ്ങി കുട്ടപ്പനായി മാമിയുടെ വീട്ടിൽ ചെന്നു. ഒരു 9 മണിയായപ്പോൾ ഞാനും മാമിയും കൂടി ഇറങ്ങി. എന്റെ ബൈക്കിൽ മാമിയും പുറകിൽ വെച്ചുകൊണ്ട് ഞാൻ പറപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള മാമിയുടെ ആ സ്പർശന സുഖം എന്നെ മറ്റേതോ ലോകത്തിലെത്തിച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. മാമിയെ കണ്ടതും കൂട്ടുകാരികൾ എല്ലാവരും കൂടി ഓടി മാമിയുടെ അടുത്തെത്തി. വിശേഷങ്ങൾ പറച്ചിലും തമാശ പറച്ചിലും കളിയാക്കലുമൊക്കെയായി അങ്ങനെ പോയി. ഞാനൊന്നും അറിയാതെ ഒരു ഉമ്മറിനെ പോലെ ഒരൊഴിഞ്ഞ കോണിൽ കസേരയിൽ ചെന്ന് ഇരിപ്പുറപ്പിച്ചു. അപ്പോഴാണ് എന്നെ കൈകൊണ്ട് ചൂണ്ടി മാമിയുടെ കൂട്ടുകാരികൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ മാമി എന്നെ അങ്ങോട്ടേക്ക് കൈയാട്ടി വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഒരു ചെറിയ ചമ്മലോടെ അങ്ങോട്ട് നടന്നു ചെന്നു. മാമി എന്നെ അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. അതിൽ മാമിയുടെ ഒരു കൂട്ടുകാരി ഫാത്തിമ എന്നാണ് പേര്. എന്നെ വല്ലാത്ത ഒരു നോട്ടവും ചിരിയും. ഞാനും വിട്ടുകൊടുത്തില്ല. ഞാനും അടിമുടിയൊക്കെ ഒന്ന് നോക്കി. ആളിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഷോർട്സ് ചുരിദാറാണ് വേഷം. ഒരു 5-5.5 അടി പൊക്കം കാണും. അതിന് തക്ക തടിയും നല്ല വെളുത്ത കളറും ചുരുണ്ട മുടിയും എല്ലാം കൂടി എന്റെ മനസ്സിൽ എന്തൊക്കെ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. എന്റെ നോട്ടവും അവർക്ക് മനസ്സിലായി. പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ നമ്പർ ഒന്ന് സംഘടിപ്പിക്കണം ഞാൻ മനസ്സിൽ ഓർത്തു. അങ്ങനെ അവരുടെ തിരുവാതിരയും പാട്ടും എല്ലാം കൂടി സ്റ്റേജിൽ അരങ്ങേറാൻ തുടങ്ങി. ഇതൊക്കെ നടക്കുമ്പോഴും എന്റെ നോട്ടം ഫാത്തിമയിലായിരുന്നു. അവരും ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായി. എല്ലാവരും ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മാമി വന്ന് എന്നെയും വിളിച്ചുകൊണ്ട് ഉണ്ണാൻ പോയി. ഊണ് കഴിഞ്ഞ് ഞാൻ കൈ കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ഫാത്തിമ കൈ കഴുകാനായി അങ്ങോട്ട് വന്നത്. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്ത് ചെയ്യുന്നു അവർ ചോദിച്ചു. പ്ലംബറാണ് ഞാൻ പറഞ്ഞു. ഇത്രയ്ക്ക് ജോലിയുണ്ടോ? ഉണ്ട്. PWD ക്ലർക്കാണ്. ഹസ്ബൻഡ് കുവൈറ്റിൽ ഡ്രൈവറാണ്. എനിക്കൊരു മോളുണ്ട്. അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അവർ പറഞ്ഞു. പിന്നെ എന്തു പറയണം, എങ്ങനെ നമ്പർ ചോദിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രോഗി ഇച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന് പറയുന്നത് പോലെ ഫാത്തിമ പറഞ്ഞത്. പേര് പ്രമോദ് എന്നല്ലയോ? അതെ ഞാൻ പറഞ്ഞു. പിന്നെ പ്രമോദിന് സമയം കിട്ടുമ്പോഴേ വീട് വരെ ഒന്ന് വരാവോ? എന്തിനാ? എന്താ കാര്യം? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. അത് വീട്ടിലെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമിലെ ഷവർ വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് നോക്കാനാ. അതിനെന്താ, ഞാൻ വരാമല്ലോ. ഇത്താടെ നമ്പർ ഇതാ, ഞാൻ വിളിച്ചിട്ട് വരാം. അങ്ങനെ ഫാത്തിമ എനിക്ക് നമ്പർ തന്നു. എന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ തിരകൾ അലതല്ലി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും മാമിയും വീട്ടിലെത്തി. മാമിയെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ഫാത്തിമയുടെ ആ വെടിക്കെട്ട് രൂപമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഫാത്തിമയെ വിളിച്ചു. ഇത്താ വീട്ടിലുണ്ടോ? ഞാനാ പ്രമോദാ. ഇന്ന് വരാവോ? വേണമെങ്കിൽ ഞാൻ ലീവ് എടുക്കാമടാ. ഇന്ന് വരാം. ശരി, എങ്കിൽ ഞാൻ ലീവിന് വിളിച്ചു പറയട്ടെ. പറഞ്ഞോ ഇത്താ. പിന്നെ വരുമ്പോഴേ നിന്റെ മാമിയെ കൂടി വിളിച്ചോണ്ട് പോരെ. നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. ശരി, ഞാൻ ഫോൺ വെച്ചു. ഇവർ എന്തിനാണ് മാമിയെ കൂടി വിളിക്കാൻ പറഞ്ഞത്? ഞാൻ ഓർത്തു. 2 പേരുടെയും ഭർത്താക്കന്മാർ ഗൾഫിലല്ലേ. ഇനിയിപ്പോൾ 2 പേരും കൂടി എന്നെ കൊല്ലുമോ? ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്. എന്തായാലും മാമിയെ കൂടി വിളിച്ചോണ്ട് പോകാം. ചിലപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി ചത്താലോ. ഞാൻ ഊറിയൊന്ന് ചിരിച്ചു. ഞാൻ മാമിയെ വിളിച്ച് കാര്യം പറഞ്ഞു. മാമിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ മാമിക്ക് എന്തെന്നില്ലാത്ത ഒരു ഉത്സാഹം. നീ ബാ, നമുക്ക് 2 പേർക്കും കൂടി പോകാമടാ. ശരി, എന്നാൽ റെഡിയായി നിൽക്ക്. ഞാൻ 10 മണിയാകുമ്പോഴത്തേക്ക് അങ്ങ് വരാം. ഓക്കെ, മാമി പറഞ്ഞു. അങ്ങനെ ഞാൻ 10 മണിയായപ്പോൾ മാമിയെ വിളിച്ച് നേരെ ഫാത്തിമയുടെ വീട്ടിൽ ചെന്നു. വീട് കണ്ടപ്പോഴേ മനസ്സിലായി നല്ല ക്യാഷ് ടീമാണെന്ന്. ഞങ്ങളെ പ്രതീക്ഷിച്ച് ഫാത്തിമ സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ടൂൾ ബാഗും എടുത്ത് കയറി ചെന്നു. എവിടെ ഇത്താ ബാത്റൂം? ബാ കയറി വാടാ. എന്നെയും വിളിച്ചുകൊണ്ട് ഇത്താ ബാത്റൂം കാണിച്ചു തന്നു. ഞാൻ അതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴും അടുത്ത മുറിയിൽ നിന്ന് ഫാത്തിമയുടെയും മാമിയുടെയും എന്തോ പറഞ്ഞുള്ള ചിരി ഉയർന്നു കേൾക്കാമായിരുന്നു. ഷവർ റെഡിയായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ദേഹത്ത് വീണ് ഷർട്ട് മൊത്തം നനഞ്ഞിരുന്നു. ഞാനത് ഊരിപ്പിഴിഞ്ഞ് അവിടെ തന്നെ വിരിച്ചിട്ടു. അപ്പോഴാണ് അവർ 2 പേരും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നത്. വന്നപാടെ ഫാത്തിമ എന്റെ നെഞ്ചിലെ രോമത്തിലേക്കായിരുന്നു നോട്ടം. മാമിയും മോശക്കാരിയല്ല. മാമിയുടെ നോട്ടവും അങ്ങോട്ടേക്ക് തന്നെ. ഷവർ ശരിയായി കഴിഞ്ഞപ്പോൾ ഷർട്ട് മൊത്തം നനഞ്ഞിത്താ. ഞാൻ പറഞ്ഞു. അത് സാരമില്ലടാ, ഉണങ്ങട്ടെ.
നിനക്ക് ശകലം ജോലിയും കൂടിയുണ്ട്. ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് ഫാത്തിമ മാമിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാനാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ അങ്ങനെ നിന്നു. നീ എന്തുവാടാ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ബാ, ഇങ്ങോട്ട് ബാ. മാമി അങ്ങോട്ടേക്ക് കയറി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. പിന്നീട് അവിടെ അരങ്ങേറിയ സംഭവം ഇവിടെ വിവരിക്കാൻ പറ്റുന്നതല്ല.